അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്നിവിടെ ഈസി ആയിട്ടുള്ളൊരു ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ 3 മീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഏത് മീനും ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഇത്രയും ചെയ്യണേ. അപ്പോൾ നമ്മുടെ മീൻ വരിഞ്ഞ ഭാഗത്തും മീനിൻ്റെ ഉൾവശത്തും ഒക്കെ നമുക്ക് മീൻ മസാല നന്നായി എത്തുന്ന വിധം നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഞാനൊരു 10-15 മിനിറ്റ് നമുക്ക് വെക്കാം. കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 15 മിനിറ്റാണ് ഇത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓയിലിൽ ആകുമ്പോൾ നമുക്ക് ആ ഒരു നാടൻ ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീനിൻ്റെ 2 വശവും ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എൻ്റെ മീൻ ഇവിടെ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ മസാലയിലോട്ട് പോവാം. ഒരു മീഡിയം സൈസ് 3 സവോളയാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കനം കുറച്ച് നന്നായി ചോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 8 വെളുത്തുള്ളി, അതും നന്നായി കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, അതും നമ്മൾ ഇതിനെ നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് അതും മാറ്റി വയ്ക്കാം. നന്നായി കനം കുറച്ച് അരിയുമ്പോൾ നമുക്ക് അത്രയും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന രീതിയിൽ നമ്മൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നന്നായി ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 സവോള ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം പോയതിന് ശേഷം നമ്മൾ ഒരു ചെറിയ കഷ്ണം കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ പകുതി തക്കാളി നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മസാലയും തക്കാളിയൊക്കെ ഒന്ന് വഴടാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 2ാം പാൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചിട്ട് അതിൻ്റെ കറി ഒന്ന് വറ്റുന്ന രീതിയിലാവുമ്പോൾ നമ്മളിതിലോട്ട് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മസാല എല്ലാ സൈഡിലേക്കും ആവത്തക്ക വിധം, ഫിഷിൻ്റെ എല്ലാ സൈഡിലേക്കും ആവത്തക്ക വിധം നന്നായി ഒന്ന് മസാല ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ മസാല എല്ലാ ഭാഗത്തും ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മീനിൻ്റെ എല്ലാ സൈഡിലും മസാല എത്തുന്ന രീതിയിൽ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മീൻ ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1ാം പാൽ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് മോളിയുടെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് നമ്മുടെ തവി കൊണ്ട് നമ്മളിത് ഇളക്കരുത്. നമ്മുടെ 2 കൈ കൊണ്ടും അതിൻ്റെ സൈഡ് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അതാണ്, അല്ലെങ്കിൽ നമുക്ക്
ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ ബാക്കിയുള്ള തക്കാളിയുടെ പകുതിയല്ലേ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ആ പകുതിയും കൂടി തക്കാളി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. കറിവേപ്പില ഇട്ടാൽ നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്കും ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു ഫിഷ് മോളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്